ഹായ്, ഗുഡ് മോർണിംഗ്. നമ്മളുണ്ടല്ലോ ഒരുപാട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു സുഹൃത്ത്, അല്ലെങ്കിൽ എന്ത് തരം റിലേഷൻഷിപ്പായാലും, ചിലപ്പോൾ പ്രണയമാകാം, ഭാര്യ ഭർത്താവാകാം, സുഹൃത്തുക്കളാകാം, ഇനിയിപ്പോൾ ബ്രദർ സിസ്റ്റർ, അങ്ങനെ എന്ത് കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പിലായാലും നമ്മളെ ഒരുപാട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തി നമ്മളെ വേണ്ടാന്ന് വെച്ചിട്ട് പോവുകയാണെങ്കിൽ നമ്മളുണ്ടല്ലോ ഒരിക്കലും അയാളെ തിരിച്ച് വിളിക്കരുത്. കാരണം നമ്മൾ എന്താണെന്ന് അറിഞ്ഞിട്ടും എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ടും എല്ലാം നമ്മളെക്കുറിച്ച് അറിഞ്ഞിട്ടും അവർക്ക് നമ്മളെ വേണ്ട എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ നമ്മളെ അവോയ്ഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇഗ്നോർ ചെയ്യുന്നുണ്ടെങ്കിൽ, അതിൻ്റെ അർത്ഥം നമ്മളെ വേണ്ട എന്ന് തന്നെയാണ്. അതിന് പിറകെ ഒരു തരത്തിലും ബെഗ് ചെയ്ത് പോവാതിരിക്കും. നമ്മൾ ഒന്നാമത് നമ്മൾ ഈ സ്നേഹത്തിന് വേണ്ടി ബെഗ് ചെയ്യുക, അതിനു വേണ്ടി അവരെ പുറകെ നടക്കുക എന്ന് പറയുന്നത് തന്നെ നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ് നമുക്ക് തന്നെ, പിന്നെ അതിങ്ങനെ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് വരുമ്പോൾ ഇവഞ്ച്വലി നമ്മളെ തന്നെ വെറുക്കുന്നൊരു സാഹചര്യത്തിലേക്ക് നമ്മളുടെ മെൻ്റൽ ഹെൽത്തിനെ, നമ്മളുടെ സമാധാനത്തെ, എല്ലാത്തിനെയും അത് ബാധിക്കും. അപ്പോൾ ബാധിക്കും. അപ്പോൾ അതിന് പോവാതിരിക്കുക. അവർ നമ്മളെ മനസ്സിലാക്കിയിട്ടും നമ്മളെ മനസ്സിലാക്കുക എന്ന് ഞാൻ പറയുന്നില്ല, നമ്മളത്രയും അറിഞ്ഞിട്ടും അവർ പോവുക എന്നാണെങ്കിൽ അതിൻ്റെ അർത്ഥം പോവുക എന്ന് തന്നെയാണ്. അവർക്ക് നമ്മളെ വേണ്ട, അവർക്ക് അതിൽ കൂടുതൽ സംസാരിക്കേണ്ട, അവർക്ക് വേണ്ട നമ്മളെ, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് അവർക്ക് സസ്റ്റെയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ അത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് സംസാരിച്ച് തീർത്ത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ അവർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അവർ ആ തീരുമാനം എടുത്തത്. അപ്പോൾ ലെറ്റ് ദം ഗോ. പണ്ടെവിടെയോ വായിച്ചതുപോലെ നമുക്കൊരാളോടുള്ള ഇഷ്ടത്തിൻ്റെ അതിൻ്റെ അവസാനത്തെ നമ്മളുടെ ഒരു എഫേർട്ട് എന്ന് പറഞ്ഞത് ലെറ്റ് ഹിം ഗോ എന്നുള്ളതാണ്. അയാളെ പോവാൻ അനുവദിക്കുക. അതിനപ്പുറത്തേക്ക് പിന്നീട് നമുക്ക് അയാൾക്ക് വേണ്ടി ഒന്നും ചെയ്യാനില്ല, അല്ലേ? അപ്പോൾ നമ്മൾ ഒരുപാട് സ്നേഹിച്ചിരുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് പോകുന്നതാണ് ഇഷ്ടമെങ്കിൽ ലെറ്റ് ഹിം ഗോ. ബാക്കി നമ്മുടെ കാര്യം, നമ്മൾ ഹീലാവാതെ എവിടെ പോവാൻ. അത്രയും ചേർന്നുകൊണ്ടിരുന്ന ആളുകൾ പെട്ടെന്നൊരു നിമിഷം അപ്രതീക്ഷിതമായിട്ട് ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാണ്ടായി പോകുന്നു. അത് തരണം ചെയ്ത് വരുന്നവരാണ് നമ്മളൊക്കെ, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള നമുക്ക് എല്ലാം തരണം ചെയ്യാൻ പറ്റും, പക്ഷേ ഉള്ളിലൊരു വേദനയായിട്ട് അത് കിടക്കും. അതൊരു സുഖമുള്ള വേദനയാണ്, അത് എൻജോയ് ചെയ്യാം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കാം.